നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തുക അതത് മാസമായി കൃത്യമായി വിതരണം ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ കുടിശ്ശികയും പടിപടിയായി വിതരണം ചെയ്തു വരുന്നു. ഇപ്പോഴിതാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. നവംബർ മാസം, അതായത് ഈ മാസം 3200 രൂപ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തുന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിനായി ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ അത് നിങ്ങളെ സഹായിക്കും. നവംബർ മാസം 1-ാം തീയതി കേരളപ്പിറവിയോടനുബന്ധിച്ചായിരുന്നു ധനമന്ത്രി ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചത്. അതിന്റെ വിതരണം 6-ാം തീയതി തന്നെ ആരംഭിച്ചിരുന്നു. അതായത് നവംബർ 6-ന് തന്നെ ആരംഭിച്ചിരുന്നു. 1600 രൂപ എല്ലാവരുടെയും കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇതിനോടകം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ വീണ്ടും ഒരു 1600 രൂപയും കൂടി കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തുകയാണ്. ഈ മാസം 20-നും 30-നും ഇടയിലാണ് വിതരണം ഉണ്ടാകുമെന്നുള്ള അറിയിപ്പുകൾ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ ഗുണഭോക്താക്കളുടെയും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും ഈ മാസം എത്തുന്നത് 3200 രൂപ ആയിരിക്കും. മാർച്ച് മാസം മുതൽ അതത് പെൻഷൻ തുക കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ കുടിശ്ശിക ഫുള്ളായി തീർക്കുന്ന നടപടിയിലേക്കും സർക്കാർ കടന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കായിരിക്കും ഈ ഒരു തുക ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിന് മൂലം പലരുടെയും പെൻഷൻ തുക തടസ്സപ്പെട്ട് കിടക്കുന്നു. എല്ലാ ഗുണഭോക്താക്കളും തന്റെ സ്റ്റാറ്റസ് പരിശോധിച്ച് വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തുക ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.